സന്തോഷ ജീവിതത്തിന് വെറും 1 മിനിറ്റ്. നമ്മൾക്ക് സ്ഥിതപ്രജ്ഞനാകണമെങ്കിൽ, എല്ലാ സമയത്തും സന്തോഷത്തോടു കൂടി ഇരിക്കണമെങ്കിൽ 4 സതിപഠാന നമ്മൾ ചെയ്യണം. അതായത് നമ്മുടെ ശരീരത്തെ നമ്മൾ ധ്യാനിക്കണം. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അനുഭവങ്ങളെ നമ്മൾ ധ്യാനിക്കണം, അല്ലെങ്കിൽ അതിനെ സംവേദനകൾ എന്ന് പറയും. നമ്മുടെ മനസ്സിനെ നമ്മൾ ധ്യാനിക്കണം, മനസ്സിൻ്റെ ധർമ്മത്തെ നമ്മൾ ധ്യാനിക്കണം. അതായത് നമ്മുടെ ശരീരം ഈ സമയത്ത് എന്താണ് നടക്കുന്നത്, അതായത് നമ്മുടെ ധ്യാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ നമ്മുടെ ഉള്ളിൽ നിർത്തുക എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ സമയത്ത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ധ്യാനിക്കണം. അപ്പോൾ നമ്മുടെ ശരീരത്തെ നമ്മൾ ശ്രദ്ധിച്ചു. ഇനി നമ്മൾ എങ്ങനെയാണ് ശരീരത്തിൽ ശ്രദ്ധിക്കുന്നത്? ശരീരത്തിൽ അനുഭവങ്ങൾ ഉണ്ടാകും, അതിനെ സംവേദന എന്ന് പറയും. അതായത് സുഖകരമായിട്ടുള്ള അനുഭവം, ദുഃഖകരമായിട്ടുള്ള അനുഭവം, നമ്മൾ ഇതിനെ ശ്രദ്ധിക്കുന്നു. ഇനി മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മനസ്സിനെയാണ്. മനസ്സ് സംക്ഷിപ്തമാണോ വിക്ഷിപ്തമാണോ, മനസ്സിൽ രാഗമുണ്ടോ ദ്വേഷമുണ്ടോ, എപ്രകാരമുള്ള മനസ്സാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. നാലാമതായിട്ട് നമ്മൾ നോക്കുന്നത് ധർമ്മത്തെയാണ്, മനസ്സിൻ്റെ ധർമ്മത്തെയാണ്. അതായത് മനസ്സിൽ ഈ സമയത്ത് മനസ്സ് എന്താണ് ധാരണം ചെയ്തിരിക്കുന്നത്, മനസ്സിൽ കാമ വികാരങ്ങളുണ്ടോ, ദ്വേഷമുണ്ടോ, അതേപോലെ തന്നെ ബാക്കിയുള്ള ഏതെങ്കിലും നല്ല ഗുണങ്ങളുണ്ടോ, ചീത്ത ഗുണങ്ങളുണ്ടോ, ഇതെല്ലാം നമ്മൾ നോക്കുന്നത് മനസ്സിൻ്റെ ധർമ്മത്തെയാണ്. അപ്പോൾ ഈ സമയത്തെല്ലാം നമ്മൾ നോക്കേണ്ടത് ശരീരത്തിലും അതേപോലെ തന്നെ ചിത്തത്തിലും ഉണ്ടാകുന്ന ഉൽപാദനം വ്യയം, അതായത് ഉണ്ടാകുന്നതും ഇല്ലാതിരിക്കുന്നതും, അതായത് നശിച്ചുകൊണ്ടിരിക്കുന്ന അനിത്യമായിട്ടുള്ള ഈ കാര്യങ്ങളെയാണ് നമ്മൾ നോക്കുന്നത്. ഇങ്ങനെ നോക്കി 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 നമ്മളുടെ സമാധി പ്രതിഷ്ഠിതമാകും, നമ്മുടെ ചിത്തം പ്രതിഷ്ഠിതമാകും. അപ്പോഴാണ് നമ്മൾ ആ വ്യക്തിയെ സ്ഥിതപ്രജ്ഞൻ എന്ന് വിളിക്കുന്നത്. അവൻ എപ്പോഴും സന്തോഷവാനായിരിക്കും.